ഇവിടെ ഒരുത്തൻ ബോഡിയിൽ ഫുള്ള് ബോംബ് വെച്ച് ഒരു പെണ്ണിനെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ആ പെണ്ണിനെ രക്ഷിക്കാനായി കുറെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു പോലീസുകാരൻ വന്ന് അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാർക്കും കോലേസ് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഇത് കണ്ട ഇവൻക്ക് നല്ലോണം ദേഷ്യം വന്നു. ഞാനിപ്പോ ഇവളെ കൊല്ലും, ഇത് കുറച്ചെങ്കിലും സീരിയസ് ആയി എടുത്തൂടെ എന്ന് കരഞ്ഞ് അലറാൻ തുടങ്ങി. എന്നാൽ ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻക്ക് ഐസ് കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി വന്നു. അവനെ കണ്ടത് ഒരു അടി മുന്നോട്ട് വെച്ചാൽ പോലും ബട്ടൺ അമർത്തുമെന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവൻ അവന്റെ അടുത്ത് പോകാതെ അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പിയിൽ അവന്റെ കയ്യിൽ വിലങ്ങിട്ടു. അതിനുശേഷമാണ് അവൻ ആ പെണ്ണിനെ റിലീസ് ചെയ്തത്. ആക്ച്വലി കുറച്ച് മാസത്തിന് മുമ്പ് ഒരു കേസിൽ ഈ പോലീസുകാരനാണ് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടത്. ആ ദേശത്തിൽ അവനെ കൊല്ലാൻ ഉണ്ടാക്കിയ പ്ലാൻ ആണിത്. സോ അവനെ കിട്ടിയതോ ആ പെണ്ണിനെ വെറുതെ വിട്ടു. ഇവനും നിന്നെ കൊണ്ടാണ് എന്റെ ജീവിതം ഇല്ലാതായതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവനെ തട്ടി ഉണർത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവന്റെ പോക്കറ്റിലുള്ള പേപ്പർ എടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞത്. വായിച്ചു നോക്കുമ്പോൾ ഈ പോലീസുകാരന് ഒരു അസുഖമുണ്ട്, ഇനിയും 3 മാസം മാത്രമേ ജീവനോടെ ഉണ്ടാകൂ എന്ന് ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതോ ഇവൻക്ക് തന്നെ ആ പോലീസുകാരനോട് പാവം തോന്നി. സോ ഇനിയും 3 മാസത്തിനുള്ളിൽ മരിക്കുന്നവനെ ഞാൻ എന്തിനു കൊല്ലണമെന്ന് ആലോചിച്ചു. ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് പോലീസേ, ഇനി അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ നീ വീണ്ടും കള്ളനായും ഞാൻ പോലീസായും വീണ്ടും ജനിച്ച് കണ്ടുമുട്ടണമെന്ന് പറഞ്ഞു. ഈ സെന്റിമെന്റ്സിൽ മയങ്ങി നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് പറഞ്ഞ് പോലീസുകാരൻ എത്ര ബട്ടൺ നെക്കാൻ പറഞ്ഞിട്ടും പേടിച്ച് റിമോട്ട് വലിച്ചെറിഞ്ഞ് സറണ്ടറായി. എന്നാൽ താഴെയുള്ള പോലീസുകാർ ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഐസ് തിന്നുകൊണ്ടിരിക്കുകയാണ്.